VS അച്യുതാനന്ദൻ അന്തരിച്ചു. എന്നെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് എനിക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തയാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത്. മാർക്സിസം ലെനിനിസത്തിന്റെ വിശ്വാസത്തിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരികയും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. VS അച്യുതാനന്ദൻ അന്തരിച്ചു. അന്ത്യം വൈകിട്ട് 3:20 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. നാളെ 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ദേശീയപാത വഴി വിലാപയാത്രയും ഉണ്ടാകും. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. VS അച്യുതാനന്ദന്റെ മൃതദേഹം ബുധനാഴ്ച ആലപ്പുഴയിൽ സംസ്കരിക്കുവാനാണ് തീരുമാനം. നഷ്ടമായത് മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ്. നല്ല ആദർശങ്ങൾ നിറഞ്ഞ നല്ല ഒരു നേതാവിനെയാണ് കേരള ജനതയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഒരു വിപ്ലവ സൂര്യനായിട്ടാണ് അദ്ദേഹത്തെ നാം കണ്ടിരുന്നത്. കാരണം ഒരുപിടി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ ഒരു സമരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജനങ്ങളോട് കൂടിച്ചേർന്ന് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നയിക്കുന്ന ഒരു സമരമുറയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. തൊഴിലാളി വർഗത്തിന്റെ നേതാവായിട്ടായിരുന്നു VS അച്യുതാനന്ദൻ അറിയപ്പെട്ടിരുന്നത്. കുട്ടനാടൻ കർഷകരെ കൈപിടിച്ചുയർത്തിയ ഒരു നല്ല നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതുപോലെ തന്നെ ഒരുപിടി സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ജനകീയ നേതാവായിട്ടാണ് അദ്ദേഹത്തെ കേരള ജനത വാഴ്ത്തുന്നത്. ഇന്ന് 5 മണി മുതൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനം വയ്ക്കുവാനാണ് തീരുമാനം. കേരളത്തിലെ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തെപ്പറ്റി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകൾക്കും നല്ല ഒരു നേതാവ് ആയിരുന്നു എന്നാണ് പറയുവാനുള്ളത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹവും. കൂടുതൽ വിവരങ്ങളുമായി നമ്മൾ അടുത്ത മണിക്കൂറിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.